ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡലപൂജ രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള പൂജ നടന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. രാവിലെ കൃത്യം 10:10 ശബരിമലയിൽ മണ്ഡല പൂജ ചടങ്ങുകൾക്ക് തുടക്കമായത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഏതാണ്ടെല്ലാം നടന്നത്. കലശവുമേന്തി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച ശേഷം ക്ഷേത്ര നടയിലേക്ക് കടന്ന് തുടർന്ന് കലശാഭിഷേകം നടന്നു. ഇതിനുശേഷം തൊട്ടു പിന്നാലെ മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നു, അതായത് നിവേദ്യം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടന്നു. ഇതിനുശേഷം ദീപാരാധന നടത്തിയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടന കാലത്തിന് പര്യവസാനം ആകുന്നത്. അതിനുശേഷം 30-ന് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14-നാണ് ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവം. ഒരുപക്ഷെ സമീപകാലത്ത് 2018-ലെ സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം നടന്ന ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാലത്ത് നടന്നൊരു സീസൺ ശബരിമല മണ്ഡലകാലം എന്ന് തന്നെയാണ് ഇത്തവണത്തെ മണ്ഡലകാലത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ളവ ചർച്ചയായ കാലം. ആ കാലത്ത് സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെ നന്നായി കൊണ്ടുപോവുക മണ്ഡലകാലം എന്നുള്ളത് വളരെ ഒരു ജീവൻ മരണ പോരാട്ടമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ അല്പം പാകപ്പിഴകൾ ഉണ്ടായെങ്കിൽ പോലും പുതിയ ബോർഡ് ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ മണ്ഡലകാലമാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു താളത്തിലേക്ക് തീർത്ഥാടനകാലം തിരിഞ്ഞെത്തുകയായിരുന്നു. പിന്നെയും ചില പരാതികൾ പോലീസിനെതിരെയൊക്കെ, ചില 18-ാം പടിയിലെ ഭക്തരോടുള്ള പ്രതികരണത്തിനെതിരെയൊക്കെ പല പരാതികളും ഉയർന്നെങ്കിലും അതൊന്നും കാര്യമായി മുഴച്ചു നിന്നില്ല. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് സ്വസ്ഥമായി മണ്ഡല തീർത്ഥാടന കാലം ഫലത്തിൽ പൂർത്തിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മകരവിളക്ക് കാലം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ദൗത്യം ബാക്കിയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. ഇത്തവണയും കൂടുതൽ സൗകര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ പർണശാലകൾ കെട്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം അവിടെ എത്തി ഭക്ഷണം ഉൾപ്പെടെ നൽകുന്ന രീതിയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്നത് അറിയിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പഴയ പോലെ 70,000 പേർക്ക് വെർച്വൽ ക്യൂ ദർശനമുണ്ടാകും. അതിന് ശേഷം 5,000 പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുക. ഈ സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടായിരിക്കും തീർത്ഥാടന കാലം വരാൻ പോകുന്നത്. എന്തായാലും ഇനി 30-ന് വേണ്ടി വീണ്ടും നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്